നമസ്കാരം, ഞാൻ റെൻസോയ്. ഇത് രാമപുരം മാർ അഗസ്തീനോസ് കോളേജ്. ചരിത്ര സാഹിത്യ മണ്ഡലങ്ങളിൽ രാമപുരത്തിൻ്റെ നാമം ഉയർത്തിക്കാട്ടിയ രാമപുരത്ത് വാര്യർ, പാറേമാക്കൽ ഗോവർണദോർ, മലയാള കഥാലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മലയാള കഥാരംഗത്തിൻ്റെ അമ്മയായി മാറിയ ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെയും തീർത്ഥാടക ലക്ഷങ്ങളെ രാമപുരത്തേക്ക് ആകർഷിച്ച് എളിമയുടെ, ശാന്തിയുടെ, വിരഹത്തിൻ്റെ, നിഷ്കളങ്കമായ പെരുമാറ്റ ശൈലിയുടെ മൂർത്തിഭാവമായി മാറിയ തേവപ്പറമ്പിൽ ദൈവദാസൻ കുഞ്ഞച്ചൻ്റെയും പാദസ്പർശനത്താൽ പുളകിതമായ രാമപുരത്തിൻ്റെ മണ്ണിൽ അഭിമാനമായി മാറിയിരിക്കുകയാണ് രാമപുരം മാർ അഗസ്തീനോസ് കോളേജ്. എന്നോടൊപ്പം അതിഥിയായി ചേരുകയാണ് പ്രശസ്ത ഗായിക സിസിലി. സ്വാഗതം. പാലായുടെ ഇപ്പോഴത്തെ MLA ആയ മാനസികാപ്പം പാലാ ഫെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി നടത്തി. അന്ന് സിസിലി അവിടെ ഗാനം ആലപിക്കാൻ വന്നില്ലേ? അപ്പം അങ്ങനെ സിസിലിയെ വിശേഷിപ്പിച്ചത് ക്ലാസ്മേറ്റ്സിൻ്റെ കൂട്ടുകാരി, കാറ്റാടിത്തമിഴൻ്റെ പാട്ടുകാരി എന്നാണ്. ആ ഒരു ഗാനത്തെ സിസിലി എങ്ങനെ നോക്കി? ഒരു പാട്ട് അത് അർജൻറ്റാണ്, പെട്ടെന്ന് ചെയ്യണം, സമയമില്ല, അവർക്ക് ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു ലാസ്റ്റ് ഒരു സോങ് ഉണ്ട്, ഒരു പിക്നിക് സോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ കാറ്റാടിത്താണല്ലോ, ആ ലിറിക്സ് ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാനായിട്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിക്നിക് സോങ്. 34ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാല സാക്ഷ്യം വഹിക്കുകയാണ്. I will make Bharatapuram a slice of heaven. ഈ വിജയത്തെ എങ്ങനെ നോക്കി കാണുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഒരുപാട് മാസത്തെ ഹാർഡ് വർക്കും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടിയേക്കുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും അത് തന്നെയാണ്, ഉറപ്പാണ്. പാലായ്ക്ക് തിലകക്കുറിയായി, പാലായ്ക്ക് അഭിമാനമായി, വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ ചുവടുവെപ്പായ IIITയുടെ പ്രത്യേക ഡോക്യുമെന്ററിയിലേക്ക്. ഈ ചകണിപ്പാലത്തിന്റെ ദുരാവസ്ഥ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്, ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് വാർത്താമലയാളം ന്യൂസ് ആണ് എന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇന്ന് കാൻഡി ടോക്കിൽ അതിഥിയായി വാർത്താമലയാളം ന്യൂസിനോട് ഒപ്പം ചേരുകയാണ് ഇന്ത്യയുടെ യശസ് ഉണർത്തിയ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷ വാനോളം ഉയർത്തിക്കൊണ്ട് വെങ്കല മെഡൽ നേടിത്തുന്ന ശ്രീജേഷ് സാറാണ് ഇന്ന് വാർത്താമലയാളം ന്യൂസിനോട് ഒപ്പം ചേരുന്നത്. കാൻഡി ടോക്കിൽ സ്വാഗതം. ചർച്ചയിലേക്ക് സ്വാഗതം. ഒരു 41 വർഷത്തിന് ശേഷമാണ് ഒരു മെഡൽ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മലയാളി പങ്കാളിയാകുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഹോക്കിയുടെ വളർച്ചയെ പറ്റിയല്ല? ഉറപ്പായിട്ടും ഞാൻ ഇന്ത്യൻ ഹോക്കി ടീമിൽ കയറിയിട്ട് ഏകദേശം ഒരു 15-16 വർഷത്തിൽ കൂടുതലായി സീനിയർ ടീമിൽ കയറിയിട്ട്. കഴിഞ്ഞ ഒരു 17-18 വർഷമായിട്ട് ഞാൻ ഇന്ത്യൻ ജൂനിയർ ടീമിലടക്കം കളിക്കുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇത്രയും വർഷത്തെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പോയതുകൊണ്ട്, അത്രയും വർഷത്തെ അനുഭവം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു മെഡൽ നേട്ടം കിട്ടിയത്. ഉറപ്പായിട്ടും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെഡൽ വരുന്ന തലമുറയെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. അവരിൽ നിന്നും ഒത്തിരി വളർച്ച ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്രതീക്ഷിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയെ ആര് നയിക്കും? നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിഷയം പരിശോധിക്കുകയാണ് വാർത്താമലയാളം ന്യൂസ്. അതിലേക്ക് ഒരു ഇന്ത്യ മുന്നണി ഒരു അട്ടിമറി ഉണ്ടാക്കുക 28 പേരും കൂടി ചേർന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാൻ മോദി തന്നെയാണ് പവർഫുൾ. അവരുടെ കൂട്ടത്തിലുള്ള ഒരു രാഹുലിനെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നത്? ഇനി വിധിയെറിയുവാൻ നാളുകൾ മാത്രം. BJP ഭരണം നിലനിർത്തുമ്പോൾ അതോ ഇന്ത്യ മുന്നണി അട്ടിമറി വിജയം നേടുമോ? കാത്തിരിക്കാം. ഇത് വാർത്താമലയാളം ന്യൂസിനു വേണ്ടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്നും റെൻസോയ് ജോസ്.